നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPI ചേർപ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ചേർപ്പ് മുത്തുളിയാലിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് KM ജയദേവൻ പതാക ഉയർത്തി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ആഘോഷങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി. വാർത്തകൾ വിശദമായി. CPI ചേർപ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ചേർപ്പ് മുത്തുളിയാലിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് KM ജയദേവൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. രാജ്യത്തിന്റെ ഭരണം മുതലാളിത്തവും മുതലാളിത്ത രാജ്യങ്ങളും നേരിട്ട് നടത്തുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഇത്തരം സമഗ്രമായ ഒരു ചർച്ച ഇങ്ങനെ കടഞ്ഞെടുക്കാന്ന് പറഞ്ഞതുപോലെ അത് അവതരിപ്പിച്ച് വിജയവാഡ പാർട്ടി കോൺഗ്രസ് 24 പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രമേയമായിട്ട് നമ്മൾ പാർട്ടി മുന്നോട്ട് ഇവിടെ ജോലി പറഞ്ഞ പോലെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നു. അതൊന്നുകൂടി സമഗ്രമാവും. കുറച്ചുകൂടി ചർച്ചകൾ, ഈ 3 വർഷ അനുഭവങ്ങൾ, വലിയ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന സന്ദർഭത്തിൽ അത് കുറച്ചുകൂടി ഗൗരവമായ ചർച്ച. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് 25 പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം നടത്തി. ഒപ്പം ഒരു സംഘടനാ റിപ്പോർട്ട് കൂടി, ഒരു റെവന്യൂ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് നമ്മൾ പറയുന്നതാണ് റെവന്യൂ റിപ്പോർട്ട്, ഓർഗനൈസേഷൻ സംഘടന, ആ റിപ്പോർട്ടും ഇതിൻ്റെ ഭാഗമാണ്. പാർട്ടിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടികളാണ് ഈ പ്രായ സമ്മേളനം തൊട്ട് സെപ്റ്റംബർ അവസാനം എന്നൊരു 8 മാസം നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനം. അതിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി മുമ്പോ ഇതിൻ്റെ ഭാഗം തന്നെയാണ് തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ്. ഇത് വേറെ വലിയ സംഗതിയല്ല. ഇതിൻ്റെ ഭാഗം പാർട്ടിയുടെ ഘടകങ്ങളുടെ തെരഞ്ഞെടുപ്പ്, പുതിയ സഖാക്കളെ, വനിതകളെ, ചെറുപ്പക്കാരെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മൈനോറിറ്റി അതിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുപോലുള്ള എല്ലാ മേഖലയിലും റിപ്രസെൻ്റ് ചെയ്യുന്നതിൽ പാർട്ടിയുടെ പങ്കെടുക്കും. മന്ത്രി K രാജൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ആഘോഷങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു.
രാവിലെ ലതീഞ്ഞ് പാട്ടുകുർബാന, നൊവേന എന്നിവയുണ്ടായിരുന്നു. തുടർന്ന് നടന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന തുടങ്ങിയ ചടങ്ങുകൾക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായി. റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ സന്ദേശം നൽകി. തുടർന്ന് ഡയാലിസിസ് സംഖ്യ കൈമാറി. ഉച്ചയ്ക്ക് ആഘോഷപൂർവ്വം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ജൂൺ 15-ന് എട്ടാമിടവും വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ മധ്യസ്ഥ തിരുനാളും 27-ന് ആഗോള തിരുഹൃദയ തിരുനാളും ആഘോഷിക്കും. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി സന്ദേശം നൽകി. തുടർന്ന് ബാൻഡ്യവാദ്യവും അരങ്ങേറി. ഡിവൈഎഫ്ഐ ചെറുവത്തേരി വടുക്കുമുറി യൂണിറ്റ് പഠനോപകരണ വിതരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജൻ കോപ്പുള്ളി, CV ഭാഗ്യൻ, KG ബേബികുമാർ, ഡിവൈഎഫ്ഐ ഭാരവാഹികളായ ശ്യാംദേവ് വിജയരാഘവൻ, സതീശൻ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഭൂമിക്കൊരു കുട എന്ന പേരിൽ നടത്തിയ ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം ജോൺസൺ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് സ്വാലിഹ് അധ്യക്ഷനായി. സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, നവരശ്മി യൂണിറ്റ് സഹകാരിമാരായ KL ആന്റണി, KB പ്രസാദ്, ജോസഫ് ആന്റണി, CS ഋതിക, റോസ്മേരി എന്നിവർ സംസാരിച്ചു. വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. കുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേശിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ഈ വർഷം ഇതുവരെ മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ 37 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചതായി അധികൃതർ അറിയിച്ചു. ആകെ 94 ഗുണ്ടകളെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികളും സ്വീകരിച്ചു. നടപടികളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണമ്പറമ്പിൽ വീട്ടിൽ കരിപ്പായി രമേശ് എന്നറിയപ്പെടുന്ന 40 വയസ്സുള്ള രമേശിനെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. രമേശ് വലപ്പാട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസുകളിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള 2 കേസുകളിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രമേശിന് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർ സുബി, ആഷിഖ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കരിക്കൊടി ചകിരി തൊഴിലാളി സമരസ്മരണയും സമരസഖാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു. 1955 ചരിത്ര പ്രധാനമായ സമരത്തിന് ആദരാഞ്ജലിയായി CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിനൊടുവിലായാണ് സ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. 1955 അന്തിക്കാട്ട് നടന്ന ചകിരി തൊഴിലാളി സമരം സ്മരിച്ച CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്മരണ പരിപാടി ജനശ്രദ്ധ നേടി. തൊഴിലാളികൾക്ക് കുറഞ്ഞത് മിനിമം വേതനം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ നടത്തുന്ന ഈ സമരം അതിശയകരമായ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായിരുന്നു. 100-ൽ പരം പുരുഷന്മാരും 100-ൽ പരം സ്ത്രീകളും ഈ സമരത്തിൽ പങ്കുചേർന്നതിന് പിന്നീട് ജയിലിലായി. C അച്യുതമേനോൻ, MN ഗോവിന്ദൻ നായർ എന്നിവരായിരുന്നു സമരം നയിച്ചത്. സമരസ്മരണ പരിപാടി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഞാനതെല്ലാം വർണ്ണിക്കാൻ മുതിരുന്നില്ല. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് മുറ്റിച്ചൂർ മുതൽ ഏതാണ്ട് പാലാഴി വരെ കാനോലി കനാലിന്റെ തീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന
ധീരോദാത്തമായ ഒരു വലിയ പോരാട്ടമായിരുന്നു ചകിരിത്തൊഴിലാളി സമരം. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളെ ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുക. അന്ന് സ്ത്രീ പോലീസ് ഇല്ല, വനിതാ പോലീസ് ഇല്ല. അടുത്ത കാലത്താണ് നമ്മളൊക്കെ ആവശ്യപ്പെട്ട് വനിതയെ തൊടാൻ അധികാരമുള്ളൂ എന്ന്. ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നുമില്ല. ഇപ്പോഴും പുരുഷ പോലീസ് ചിലപ്പോൾ അക്രമത്തിനൊക്കെ മുതിരാറുണ്ട്. അന്ന് പൂർണ്ണമായും കൈകാര്യം ചെയ്തിരുന്നത് പുരുഷ പോലീസാണ്. ഇന്നത്തെ പോലീസിനെ കണ്ടാൽ തന്നെ ഒരു ഭയം തോന്നും. ഇന്നത്തെ പോലീസിനെ കണ്ടാൽ നമുക്കൊരു ചന്തം തോന്നും. അതിഭീകരമായ രൂപമാണെന്ന് പോലീസിന്റെ. കൊമ്പന്മീശ നിർബന്ധമാണ്, ചുവന്ന കണ്ണുകൾ, ഭീകരമായൊരു പ്രത്യേകതരം തൊപ്പി, ഇതെല്ലാം വെച്ചുകൊണ്ട് ലോക്കപ്പിനകത്തിട്ട് ചുമരിൽ ചാരി നിർത്തി ചവിട്ടുക. കടവയറ്റത്തും നടുവിലും പോലീസിന്റെ ചവിട്ടേറ്റ എത്രയോ സ്ത്രീകളുണ്ടെന്ന് ഇന്ന് കഥയായിട്ട് പറയുമ്പോൾ കേൾക്കുന്ന പലർക്കും അത് പൂർണ്ണമായി മനസ്സിലാവില്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ കൗൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, PK കൃഷ്ണൻ, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, KK രാജേന്ദ്രബാബു, CR മുരളീധരൻ, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിലെ അടമ്പുംചാൽ ബണ്ടുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയിൽ KLDCക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് പറഞ്ഞു. ഫാം റോഡ് നിർമ്മിക്കേണ്ടടുത്ത് ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതുമൂലം കർഷകർക്ക് ദുരിതം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 3000 കോടി രൂപയാണ് കോൾ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുവദിച്ചത്. വിളക്കുമാടം പടവിൽ 5.5 കോടിയോളം ചെലവഴിച്ചാണ് ബണ്ട് റോഡ്, സ്ലൂയിസുകൾ തുടങ്ങി മറ്റു പ്രവൃത്തികൾക്കായി ചെലവഴിച്ചത്. ഇവിടെ ഫാം റോഡ് നിർമ്മിക്കേണ്ടിടത്ത് പകരമായി ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതുമൂലം വർഷകാലത്ത് സമീപകരകളിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ കോൾ കർഷക സംഘം മെമ്പർ അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ആരോപിച്ചു. ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതുമൂലം സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ ഫാം റോഡ് മതിയെന്ന് കർഷകർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും KLDC അതിനെ വകവയ്ക്കാതെ കരാറുകാരന്റെ താൽപര്യം കണക്കിലെടുത്താണ് ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടിഞ്ഞുകിടക്കുന്ന അടമ്പുംചാലും പ്രദേശവും അജീവ് മാമ്പുള്ളി, പുരുഷോത്തമൻ, കൃഷ്ണകുമാർ, വിജയ് ആന്റണി തുടങ്ങിയവർ സന്ദർശിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ചേറ്റുവ മഹലിലെ ജമാഅത്ത് കമ്മിറ്റി മാംസ വിതരണം നടത്തി. ചേറ്റുവ മഹലിലെ 1300ഓളം കുടുംബങ്ങൾക്കാണ് ബലിമൃഗത്തിന്റെ മാംസം വിതരണം ചെയ്തത്. ചേറ്റുവ മഹൽ ഖത്തീബ് സലീം ഫൈസിയുടെ പ്രത്യേക പ്രാർത്ഥനയ്ക്കു ശേഷം മാംസ വിതരണം നടന്നു. മഹല്ല് പ്രസിഡന്റ് VP അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തകായിൽ, നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, RP ജുനൈസ്, NM അബ്ദുൽ ജലീൽ, അബ്ദുസമദ് ചിന്നക്കൽ, VA അഷ്റഫ്, RM സിദ്ദീഖ്, ലത്തീഫ് കെട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8980 രൂപ, പവന് 71,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. CPI ചേർപ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ചേർപ്പ് മുത്തുളിയാലിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് KM ജയദേവൻ പതാക ഉയർത്തി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ആഘോഷങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. 100 കണക്കിന് വിശ്വാസികൾ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.